അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയാട്ടോ. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ കടലയൊക്കെ കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് പുട്ടിനുള്ള പൊടി നനച്ചെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാട്ടോ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ആട്ടോ ഞാനിത് വാങ്ങണത്. നല്ല അടിപൊളി പുട്ടുപൊടിയാണ്. ഇത് നമുക്കിങ്ങനെ നനച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഒരു കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ നമ്മൾ ഒഴിച്ച് വയ്ക്കുക. അതിന് ശേഷം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് പുട്ടിൻ്റെ മിക്സ് തയ്യാറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുവരെ ഇത് മേടിച്ച് നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് നോക്കിക്കോളൂ. നല്ല പുട്ടാണ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് പുട്ട് കുറ്റിയിലോട്ട് ചിരട്ടപ്പുട്ടാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അത് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം പുട്ടുപൊടി നിറച്ച് കുറച്ച് തേങ്ങ മേലെയും വെച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ വിലയ്ക്ക് ഇത്രയൊക്കെ തേങ്ങ മതിയല്ലേ. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ പുറത്താട്ടോ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. എൻ്റെ പുട്ടുകുറ്റിയില്ല. അപ്പം അത് ആവിക്കിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടലക്കറി കാച്ചിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് പെരിഞ്ചീരകം പൊട്ടിച്ചു. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളിയും, പച്ചമുളകും, കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടിയും, മല്ലിപ്പൊടിയും, മഞ്ഞൾപ്പൊടിയും, ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി പച്ചമണം മാറി വന്നപ്പോഴേക്ക് അടിച്ചു വെച്ചിരുന്ന കുറച്ച് കടല ചേർത്ത് കൊടുത്തു. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്തു. നല്ല അടിപൊളി പുട്ടും കടല റെഡി ആയിട്ടുണ്ട്.